അച്ഛനും മാളച്ചേട്ടനും തമ്മിൽ നേരിട്ട് കാണുമ്പോഴും ഫോണിലൂടെ സംസാരിക്കുമ്പോഴും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് സിനിമയിലും നാടകത്തിലും ഉണ്ടായിരുന്ന സൗഹൃദം ഇന്ന് വ്യത്യാസമുണ്ടോ? ഇന്നത്തെ സൗഹൃദത്തിൽ നിന്നും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം? അന്ന് ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം കാണുമ്പോൾ ഹായ് എന്ന് പറയുക, സുഖവിശേഷങ്ങളൊന്നും അന്വേഷിക്കും. പെൺകുട്ടികളാണ് ബൈ എന്നും പറയും. ബായ് എന്ന് പറയുന്ന സഹോദരന്നല്ല, അങ്ങനെ പറയില്ല. ആ ബായി അല്ല, ഏത് ബായ? പോവാന്ന്. ശരി, ഓക്കെ ഓക്കെ, അങ്ങനെ പറയും. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ അവർ പോകുന്ന അർത്ഥം. അതിൻ്റെ അർത്ഥം. സിനിമയിലെ ആ പഴയ സൗഹൃദങ്ങളൊക്കെ പോയി കംപ്ലീറ്റ് പോയിട്ടില്ല. അപൂർവം ചില വ്യക്തികൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ മാളച്ചേട്ടൻ എന്താ തോന്നുന്നത്? പണ്ടൊക്കെ പോകുമ്പോൾ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പോലെയായിരുന്നു. ഇപ്പം എനിക്ക് പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഇല്ലയെന്ന് പറയാനൊക്കില്ല. എന്നാലും കുഴപ്പമില്ല, ഇഷ്ടംപോലെ സ്നേഹമുള്ള ആൾക്കാരുണ്ട്. പുതിയ തലമുറയിലെ പിള്ളേരൊക്കെ മാളച്ചേട്ടനോട് സിങ്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എത്ര പറഞ്ഞു, ജനറേഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്. ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് എങ്ങനെയത്? അതായത് കമുകറ പുരുഷോത്തമനും KPSC സുലോചനയും പിന്നെ KS ജോർജൊക്കെ പാടിയിരുന്ന കാലത്താണ് യേശുദാസ് വരുന്നത്. ന്യൂ ജനറേഷൻ സിംഗറാണോ യേശുദാസ് എന്ന് പറയുന്നത്? അല്ലല്ലോ. ഞാൻ ദാസേട്ടനെ കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞോ നേരത്തെ? എനിക്കറിയില്ല. സാക്ഷാൽ യേശുക്രിസ്തു സംഗീതവുമായിട്ട് രണ്ടാമത് ജനിച്ച യേശുക്രിസ്തുവാണ് ശ്രീമാൻ യേശുദാസ് എന്ന് ഞാൻ പറയാം. എന്തെന്താ പറയുക അതിനെപ്പറ്റി? അല്ലാണ്ട് അത് വിട്ട് എന്താ പറയാനുള്ളത്? സാക്ഷാൽ യേശുക്രിസ്തു രണ്ടാമത് ജനിക്കുക സംഗീതവുമായിട്ട്. അതാണ് യേശുദാസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അതിൻ്റെ അപ്പുറം എന്ത് എക്സ്ട്രീം ആയില്ലേ? പക്ഷേ താങ്കൾക്ക് സൗഹൃദം കൂടുതലുള്ള ഗായകൻ ജയേന്ദ്രനുമായിട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെയായിരുന്നു ജോൺസൺ മാഷ്. താങ്കൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നു. വരുന്നു ഒരാൾ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്നൊരു സമയത്താണ് ഞങ്ങളെപ്പോലുള്ള ഒന്നും അല്ലാതിരുന്ന മിമിക്രിക്കാർ ചേട്ടൻ്റെ കൂടെ കൊച്ചിൻ ഓസ്കർ എന്ന് പറയുന്ന ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അന്ന് തൊട്ടുള്ള മിമിക്രിക്കാർ, അല്ലെങ്കിൽ അന്ന് മിമിക്രിക്കാരായിരുന്നു പിന്നീട് മലയാള സിനിമയിൽ വളരെ നിറസാന്നിധ്യമായി മാറിയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുള്ള ചേട്ടൻ, അവരുടെ പെരുമാറ്റത്തിൽ ചേട്ടൻ എന്തെങ്കിലും പിന്നീട് വിഷമം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? എനിക്ക് സത്യം പറയാവുള്ളൂ. ഞാൻ സത്യം പറയുള്ളൂ. നാദർഷ ഒഴിച്ച്, സണ്ണി മൈങ്കണ്ടം ഒഴിച്ച്, രണ്ടുപേരുള്ളൂ. അവരൊഴിച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ആൾക്കാരും നാദർഷ ഇഷ്ടം എന്താ പറയുക, നാദർഷ മിടുമിടുക്കനായ പാട്ടുകാരനാണ്, മിടുമിടുക്കനായ കോമഡി ആർട്ടിസ്റ്റാണ്. എൻ്റെ ട്രൂപ്പിലായിരുന്നു അവർ. ഓസ്കാർ മിമിക്സ് എന്ന് പറയുന്ന ട്രൂപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. നാദർഷായിരുന്നു സ്കോർ ചെയ്തിരുന്നതിൽ. ഭയങ്കര ഹ്യൂമർ സെൻസുള്ള ആളാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, അതിന് നമ്മുടെ ഏലൂർ ജോർജ് എന്ന് പറഞ്ഞു. അയാൾ മിടുക്കനാണ് ജോർജ് മിടുമിടുക്കനാണ്. കൗണ്ടർ പറയാൻ ഇന്ന് കേരളത്തിൽ രണ്ടാളുള്ളൂ. ഒന്ന് നാദർഷയും ഒന്ന് ഏലൂർ ജോർജും. അത്രയും നന്നായിട്ട് കൗണ്ടർ പറയുന്നവരാരുമില്ല. ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും ചേട്ടനെ മറന്നിട്ടില്ല അത്ര. പക്ഷെ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അവരോട് പറയോ? ഞാനോ? അത് നമുക്കറിയാമല്ലോ അവരെ. പിന്നെ അവരോട് പറയേണ്ട കാര്യമില്ലല്ലോ. അവരെ നമുക്കറിയാവുന്നതുകൊണ്ട്, അവരെ കംപ്ലീറ്റ് അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ പോരെ. നമ്മളൊരു ബഹളത്തിനുമില്ല, ഒരു ചോദ്യോത്തര പങ്ക്തിക്കുമില്ല. ആ ട്രൂപ്പ് എന്ത് സംഭവിച്ചു? പിന്നെ ഓസ്കർ ട്രൂപ്പ് കുറേ കഴിഞ്ഞപ്പോഴങ്ങനെ കൂട്ടിയിട്ടില്ല. അതിന് ആൾക്കാരൊക്കെ ഉണ്ട്. കറണ്ട് പോയി, വോൾട്ടേജ് കുറഞ്ഞു. ഇപ്പോഴുണ്ടോ? ഇല്ല. ഒരാൾ അമേരിക്കയിൽ പോയി, സണ്ണി മൈങ്കണ്ട അമേരിക്കയിൽ പോയി, നാദർഷ ഇങ്ങനെ പോയി, ജോർജ് അങ്ങനെ പോയി. പക്ഷെ നാദർഷയ്ക്ക് എപ്പോഴും ചേട്ടൻ ഇങ്ങനെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ മിടുക്കനാണെന്ന്. ഭയങ്കര നൊസ്റ്റാൾജിക്കലാണ് പുള്ളി എന്നോട്.